പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഡേ വ്ളോഗാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തത്രപ്പാടിലാണ്. വലുതായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ഒരു പാൻ കേക്കാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ പാക്കറ്റ് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ സ്കൂളൊന്നും ഇല്ല, രാവിലെ ബസ് വരത്തില്ല, സുഖമായിട്ട് ഉറങ്ങാം, അങ്ങനെയൊക്കെ എഴുന്നേറ്റൊരു ദിവസമാണ്. അല്ലെങ്കിൽ 5 മണിക്ക് നമുക്ക് തുടങ്ങണമല്ലോ. ഇപ്പം അതൊന്നും ഇല്ല, 6 മണിക്ക് എഴുന്നേറ്റാൽ മതി. ഇപ്പോൾ ഏതാണ്ട് ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സും ഞാൻ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സമയം നല്ലൊരു കുറച്ചുകൂടെ സോഫ്റ്റായിട്ടൊക്കെ കിട്ടും. ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ നടന്നിട്ട് വരാൻ വിചാരിക്കുവാണ്. അപ്പോൾ ആ മിക്സ് ചെയ്യുന്നതൊക്കെ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു, അത് നോക്കിയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഒരു മുട്ടയും 1 കപ്പ് പാലും മതി അത് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ മുടങ്ങി നടക്കാനായിട്ട് പിന്നെ വീണ്ടും നടക്കാൻ തീരുമാനിച്ച് പോവുകയാണ്. ഇടയ്ക്ക് 2 ദിവസമൊക്കെ ബ്രേക്ക് എടുക്കും കേട്ടോ നടക്കുന്നതിന്. ഈ 2 ദിവസം ബ്രേക്ക് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3-ാമത്തെ ദിവസവും മടിക്കും, ഇന്ന് പോകണോ. പിന്നെയും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്, അപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്കൊരാളും കൂടെ ഉണ്ടെങ്കിൽ നടക്കാൻ കുറച്ചുകൂടെ ഉത്സാഹമാണ്. ഒറ്റയ്ക്കാകുമ്പോൾ ഇച്ചിരി ബോറടിക്കും. അപ്പോൾ ഒരു 3 റൗണ്ട് നടന്നിട്ട് വരും ഇതിന് ചുറ്റും. ഒരുപാടൊന്നും ഇല്ല, ശരിക്കും അങ്ങ് സ്വെറ്റ് ചെയ്യുന്ന മാത്രമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നന്നായി നമ്മൾ ജിമ്മിലൊക്കെ പോയി നന്നായി ചെയ്യുവാണെങ്കിൽ നല്ലോണം വേർക്കും. ഇത് നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റാർട്ടിങ്ങിന് നമുക്ക് നടക്കാം, ഒരു നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവും, അത്രയൊക്കെ. അപ്പോൾ നടന്നതാ തിരിച്ച് വന്നു. ഇനി നമുക്ക് പാൻ കേക്കൊക്കെ ഉണ്ടാക്കണം ബാക്കി. പിന്നെ നടന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയോ അച്ചീവ് ചെയ്തെന്ന പോലെയൊക്കെ തോന്നും കേട്ടോ, അത് ചെയ്തല്ലോ എന്നുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. എല്ലാവരും ഒക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ നന്നായി വരും കേട്ടോ പാൻ കേക്ക് ഈ മിക്സിലുണ്ടാക്കി കഴിഞ്ഞാൽ. ഇതേ മിക്സിൽ തന്നെ നമുക്ക് വേഫിൾസും ഉണ്ടാക്കാം. വേഫിൾ മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വരും, പക്ഷേ ലൂസായിട്ട് എടുക്കുന്നതിന് പകരം ഇച്ചിരി കട്ടിക്ക് എടുത്താൽ മാത്രം മതി വേഫിൾ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ എനിക്കിത് വേഫിളിനെ കാട്ടി ഇത് സോഫ്റ്റായിട്ട് പാൻ കേക്കായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ന്യൂട്ടെല്ലയോ പാൻ കേക്കിൻ്റെ സിറപ്പൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ച് കഴിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ തണുപ്പായിരുന്നു, തണുപ്പ് പണ്ടത്തെക്കാട്ടിയും തണുപ്പായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. പിന്നെ ഇപ്പോൾ തണുപ്പൊക്കെ അതാ മാറി വരുന്നു, ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. അങ്ങനെ നമ്മുടെ പാൻ കേക്കൊക്കെ റെഡിയായി. മോനെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കത്തുള്ളൂ, ഇപ്പോൾ നമുക്കുള്ളതാണ് ഉണ്ടാക്കിയത് 2 പേർക്കും ഉള്ളത്. പിന്നെ ചായയും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും ബ്രെഡ് വരും, ഒരു പാൻ കേക്ക് വരും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ദോശ, ഇഡ്ഡലി, പുട്ട്, കടല, അങ്ങനെയൊക്കെ. അതാണ് മിക്കവാറും ഇവിടെ നടക്കുന്നത്. കൂടുതലും ദോശ ഇഡ്ഡലിയാണ്, പിന്നെ ഇടയ്ക്ക് അപ്പത്തിന് അരയ്ക്കും. അങ്ങനെ മാറി മാറി കഴിച്ചാൽ സുഖമുള്ളൂ. കാരണം രാത്രി നമ്മൾ ദോശയൊക്കെ ആണല്ലോ, ചോറല്ല. അങ്ങനെ പിന്നെ ഒരു ക്ലീനപ്പാണ് ഇതിൻ്റെ എല്ലാ വ്ളോഗിലും നിങ്ങൾ കാണുന്നതാണ്. രാവിലെ ഇത് ഇത്രയും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണില്ല. പക്ഷേ ഇതൊക്കെ വീണ്ടും മാറി മറിയും, സ്ഥലങ്ങളൊക്കെ മാറും. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിൻ്റെ രാവിലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ ഇപ്പം ഞാൻ തൂക്കുന്നില്ല, ജസ്റ്റ് പൊടി തട്ടുന്ന മാത്രമേ ഉള്ളൂ. അതൊക്കെ പിന്നീട്. പിന്നെ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കണം. ഒന്നേ രാത്രി വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ രാവിലെ വെള്ളം ഒഴിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്സിൽ. അതൊക്കെ വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ അപ്പോൾ അത് ഇത്രയും വലുതാണ് കേട്ടോ തക്കാളിയൊക്കെ. അപ്പോൾ അതിന് പഴുക്കം കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷവും നട്ടിട്ടുണ്ടായിരുന്നു. നല്ല മുഴുത്ത തക്കാളി കിട്ടും. അങ്ങനെ നല്ല രസമാണ്, നമുക്ക് നമ്മുടെ തന്നെ പറിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ. അങ്ങനെ ഞാനിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ച പച്ചമുളക് കേട്ടോ, അതിൽ കുറച്ച് പച്ചമുളകൊക്കെ കിട്ടിത്തുടങ്ങി. പിന്നെ എൻ്റെ കരിവേപ്പില മുറിക്കുവാണ് ഉച്ചത്തേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട്. അതിപ്പോൾ മുറിച്ചാലും നടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് സമ്മറൊക്കെ ആകുമ്പോൾ എല്ലാം കരിയുമല്ലോ. അപ്പോൾ ഈ ഉള്ളത് ഞാൻ മുറിച്ചെടുക്കും. അപ്പോൾ പുതിയ പുതിയ ബ്രാഞ്ചസൊക്കെ നിറച്ച് വരും. അങ്ങനെ ചെടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തുണി നനയ്ക്കായിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അത് രാവിലെ തന്നെ അങ്ങ് ഇടും, എന്നും ഇട്ടാലേ നടക്കത്തുള്ളൂ. തുണി മടക്കാൻ മടിയാണെങ്കിൽ ഇട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ കിടന്ന് കൊന്നുകൂടും. അപ്പോൾ അതൊക്കെ അലക്കി വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 45 മിനിറ്റിൻ്റെ വാഷ് ഞാൻ ഇടുന്നത്. 1 മണിക്കൂറിൻ്റെയൊക്കെ ഉണ്ട്, 45 മിനിറ്റ് ഇടും. അതൊക്കെ റെഡി, അത് വിരിക്കുവാണ്. അപ്പം ഇനി മടക്കാനുള്ളത് വേറെ ഉണ്ട് കേട്ടോ, അകത്ത് മടക്കിയിട്ടില്ല. ഇതും കൂടെ ആയിട്ട് മടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഉച്ചത്തേക്ക് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണികളൊന്നുമില്ല സത്യം പറഞ്ഞാൽ. തലേന്നത്തൊക്കെ കുറച്ചൊക്കെ കാണും, ബാക്കി ഇല്ലാത്തത് മാത്രം വെച്ചാൽ മതി. അങ്ങനെ ഒന്ന് തോരനും പരിപ്പറിയും മാത്രം വെച്ചാൽ മതിയായിരുന്നു എനിക്ക്. ചോറ് തലേന്നത്തെ ഇരിപ്പുണ്ടായിരുന്നു, മീൻ വറ്റിച്ചതും ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഒരു കുന്ന് പാത്രം കഴുകാനുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്ന് പിന്നെ രാവിലത്തെയും കൂടെ ഞാൻ കഴുകാത്തത് കൊണ്ട് അതും കൂടെ എക്സ്ട്രാ പണിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകിയെടുക്കണം ഇനി.
കുറച്ച് കറികളുണ്ടാക്കിയാലും കൂടുതലുണ്ടാക്കിയാലും പാത്രങ്ങൾക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. പിന്നെ ഇന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, ചോറും പയറും കൂടെ ഇട്ട്. മോന് ഇച്ചിരി പനി പോലെ ഇരുന്നുകൊണ്ട് അവന് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. നമുക്കാണ് ബാക്കി കറികളൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ അപ്പം പാത്രങ്ങൾ കഴുകിയിട്ട് വേണം കഴിക്കാൻ കൊടുക്കാനുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെയും കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങൾ കൂടെ കിടന്നുകൊണ്ടാണ് ഇത്രയും വന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വരാറില്ല. പിന്നെ ഷൂട്ടിങ്ങും കൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്കെല്ലാം കുറച്ചൊന്ന് ലാഗാവും. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ എല്ലാം നല്ല വൃത്തിയാക്കി എല്ലായിടവും തുടച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. പിന്നെ ഓൾറെഡി ചോറൊക്കെ ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് താമസിച്ച് കിച്ചണിൽ കയറിയത്. ഇതൊക്കെ തുടങ്ങാൻ താമസിച്ച്. അപ്പം നേരത്തെ എല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്ലാൻ ചെയ്തെല്ലാം നേരത്തെ തീർക്കാറുണ്ട്. പിന്നെ ഈ ബാസ്ക്കറ്റിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം തോർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാനിനി മോന് ആദ്യം കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ 1:30 അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ടേ ഉള്ളൂ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അവന് കഞ്ഞിയുടെ കൂടെ അച്ചാർ. എന്നിട്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നു. എന്നിട്ടാണ് ഞാൻ ലഞ്ചൊക്കെ കഴിച്ച്. ചില ദിവസം എനിക്ക് ഇപ്പോൾ ഒരു 12 മണിയാകുമ്പോഴേ നല്ല വിശക്കും കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ നല്ലൊരു കോഫി ഇടയ്ക്ക് കുടിച്ചായിരുന്നു. കോഫി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പും കുറേ നേരത്തേക്ക് അറിയത്തില്ല. ആ ധൈര്യത്തിലാണ് കേട്ടോ ഈ നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മണി ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്നത്. അതിനിടയ്ക്ക് മോൻ കഴിച്ചിട്ടൊക്കെ പോയി. പിന്നെ ഞാൻ എനിക്കുള്ള വിളമ്പുമാണ്. സാധാരണ ഇവിടെ മട്ട അരിയാണ് ചോറ് വയ്ക്കാറ്. ഞാൻ ഇപ്പോൾ സുരേഖയാണ് വയ്ക്കുന്നത് വെള്ളച്ചോറ് കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ പിന്നെ ക്യാരറ്റ് തോരനും നൊത്തോലി മീൻ വറ്റിച്ച് വെച്ചതാണ്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ തലേന്ന് വെച്ച അവിയലും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഊണ് കുശാലായി നിറയെ കറികളൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളി ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കും. ഫോൺ നോക്കിയിരിക്കുകയോ TV നോക്കിയിരിക്കുകയോ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഞാൻ കരുതി ബ്രൗണി ഉണ്ടാക്കാമെന്ന്. കുറേ നാളെ കരുതുന്നതിന് ബ്രൗണി ഉണ്ടാക്കണമെന്ന്. എപ്പോഴും ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കരുതി ബ്രൗണി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇർഫാന ശംഷേറിൻ്റെ വ്ളോഗിൽ ഒരു ദിവസം ഞാൻ ബ്രൗണി റെസിപ്പി കണ്ട് ഞാൻ അത് കുറിച്ചിടുകയും ചെയ്തു. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായി വന്നു കേട്ടോ. അതേപോലെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ലാസ്റ്റ് ഞാൻ കുറച്ച് ചോക്ലേറ്റ് പീസ് കട്ട് ചെയ്തിടാനായിട്ട് എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് പകരം ഞാൻ മിൽക്ക് ചോക്ലേറ്റാണ് പൊടിച്ചിട്ട് ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ നോക്കിയാണ് ചെയ്തത്. അപ്പോൾ ഈ മക്കൾക്കൊക്കെ ശരിക്കും ചോക്ലേറ്റ് ഫ്ലേവേഴ്സുള്ള കേക്കാണ് ഇഷ്ടം. എനിക്ക് പക്ഷെ തിരിച്ചാണ് വാനില ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോൾ അവന് ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ ബ്രൗണി ചോദിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചതാണ്. അങ്ങനെ ബ്രൗണി ഞാൻ ഓവനിൽ സെറ്റാക്കി വെച്ചു. ടൈമറൊക്കെ ഇട്ട് 30 മിനിറ്റ്സിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂറുണ്ടല്ലോ അതാവാനായിട്ട്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചപ്പോൾ തുണികളൊക്കെ എടുത്തിട്ട് വരാം. രാവിലെ ഇട്ട തുണികളാണല്ലോ. അപ്പം ഇന്ന് അത്യാവശ്യം ചൂടും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോയി എടുത്തിട്ട് വന്നു. ഇനി ഈ തുണികളൊക്കെ ഒന്ന് മടക്കാനുണ്ട്. അതിപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്നില്ല. നമ്മുടെ ബ്രൗണി അപ്പോഴത്തേക്കും റെഡി ആയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. 35 മിനിറ്റ് കൊണ്ട് ബ്രൗണി റെഡിയായി. അങ്ങനെ നല്ലൊരു ബ്രൗണി കിട്ടി. മോനും ഇഷ്ടമായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്ന് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ്സ് അയക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.